ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ജൂബിലി വർഷത്തോടനുബന്ധിച്ച് ദരിദ്രരായ ആളുകളുടെ കടങ്ങൾ ഇളച്ചുകൊടുക്കുവാൻ മനസ്സുണ്ടാകണമെന്ന് ബാങ്ക് ഉദ്യോഗസ്ഥരോട് അഭ്യർത്ഥനയുമായി ഫ്രാൻസിസ് പാപ്പ. കഴിഞ്ഞ ദിവസം ഇറ്റലിയിലെ വിവിധ ബാങ്കുകളിലെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പാപ്പ ഇക്കാര്യം അഭ്യർത്ഥിച്ചത്. ധനകാര്യം, പലിശ മനോഭാവം, ഊഹക്കച്ചവടം പരിസ്ഥിതിയെ നശിപ്പിക്കുകയും യുദ്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നിക്ഷേപങ്ങളായി മാറുമ്പോൾ അത് സമഗ്രമായ മാനുഷിക വികസനത്തിന് വിഘാതമായി തീരുന്നുവെന്ന് പാപ്പ പറഞ്ഞു. സ്പെയിനിൽ കാലങ്ങളായി കുറവ് രേഖപ്പെടുത്തിക്കൊണ്ടിരുന്ന സെമിനാരി വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇത്തവണ വർധനവ്. വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായി സെമിനാരി വിദ്യാർത്ഥികളുടെ എണ്ണം 1000 കവിഞ്ഞു. 239 പേർ പുതുതായി സെമിനാരിയിൽ ചേർന്നതോടെയാണ് എണ്ണം 1000 കവിഞ്ഞത്. 103 വിദേശ വിദ്യാർത്ഥികളും സ്പെയിനിൽ വൈദിക പരിശീലനം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സ്പെയിനിൽ സെമിനാരി വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ മാറ്റിമറിച്ചാണ് വൈദിക വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ 69 രൂപതകളിലും സൈനിക അതിരൂപതയിലുമായി 1036 വിദ്യാർത്ഥികളാണ് സെമിനാരികളിലുള്ളത്. കേരള കത്തോലിക്ക സഭയുടെയും പൊതുസമൂഹത്തിന്റെയും വിവിധ ആവശ്യങ്ങൾ സംബന്ധിച്ച നിവേദനം മുഖ്യമന്ത്രി പിണറായി വിജയനെ KCBC പ്രസിഡന്റ് കർദിനാൾ മാർ ബെസിലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ നൽകി. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക, ദളിത് ക്രൈസ്തവരുടെ ആവശ്യങ്ങൾ, കേരള ഫോറസ്റ്റ് നിയമ ഭേദഗതി, മുനമ്പത്തെ വഖഫ് അവകാശവാദം, തീരദേശ പ്രശ്നങ്ങൾ, റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ, നെല്ല് സംഭരണവുമായുള്ള വിഷയങ്ങൾ, വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ, ഭിന്നശേഷി സംവരണത്തിന്റെ പശ്ചാത്തലത്തിൽ എയ്ഡഡ് സ്കൂളിലെ നിയമനങ്ങൾ അംഗീകരിക്കുക എന്നീ വിഷയങ്ങൾ മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ഉന്നയിച്ചു. 47ാമത് അപ്പസ്തോലിക സന്ദർശനത്തിലൂടെ കോർസിക്ക ദ്വീപ് സന്ദർശിക്കുന്ന ആദ്യത്തെ മാർപ്പാപ്പയായി ഫ്രാൻസിസ് മാർപ്പാപ്പ. സന്ദർശനത്തിന്റെ അവസാനത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായും പാപ്പ കൂടിക്കാഴ്ച നടത്തി. അജാസിയോ വിമാനത്താവളത്തിലെ ഹാളിൽ നടന്ന സ്വകാര്യ കൂടിക്കാഴ്ച 40 മിനിറ്റോളം നീണ്ടുനിന്നു. കൂടിക്കാഴ്ചയിൽ കോർസിക്കയ്ക്കും ഫ്രാൻസിനും വേണ്ടി മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിന് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ നന്ദി പറഞ്ഞു. വിശുദ്ധ നാട്ടിലെയും ലെബനനിലെയും യുദ്ധത്തെ കേന്ദ്രീകരിച്ചും ഗാസ മുനമ്പിൽ ഉടനടി വെടിനിർത്തലിനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചും അവർ അന്താരാഷ്ട്ര പ്രസക്തമായ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഘാനയിലെ കിഴക്കൻ വോൾട്ട മേഖലയിലെ എൻകൊന്റയിൽ 3 ഇന്ത്യൻ കപ്പൂച്ചിൻ വൈദികർക്ക് ക്രൂരമർദ്ദനം. ബുൾഡോസർ ഇന്ധനം നിറയ്ക്കുവാൻ പെട്രോൾ പമ്പിൽ എത്തിച്ചപ്പോഴാണ് ഫ്രാൻസിസ്കൻ കപ്പൂച്ചിൻ വൈദികരായ ഫാദർ റോബിൻസൺ മെൽക്കിസ്, ഫാദർ ഫ്രാങ്ക് ഹെൻറി ജേക്കബ്, ഫാദർ മാർട്ടിൻ ജോർജ് എന്നിവരാണ് ഇക്കഴിഞ്ഞ ഡിസംബർ 11 ക്രൂരമർദ്ദനത്തിനിരയായത്. ബുൾഡോസർ മോഷ്ടിച്ചു എന്ന് പറഞ്ഞായിരുന്നു ആക്രമണം. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.